ബ്ലോഗറായ അഖിൽ രാജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അഖിൽ രാജ്, എന്താണ് ഉള്ളടക്കം എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ തന്നെ ആകണം, ഗുണപ്രദമായ രീതിയിൽ തന്നെ ആകണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ സംഗതികൾ വരുന്നത്. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഇതിലെ ഉള്ളടക്കം മോശമാകുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ഹലോ അഖിൽ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ സമൂഹ മാധ്യമങ്ങളില് ആളുകൾ കണ്ടന്റ് ചെയ്യുന്നത് കാണാൻ ആളുള്ളത് അനുസരിച്ചാണ്. അപ്പോ സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം എന്ന് വെച്ചാൽ ആളുകൾ കാണുന്ന വീഡിയോയ്ക്കാണ് റീച്ച് ഉണ്ടാവുക. അപ്പോ ഒരാളുടെ രുചി എന്താണോ അതനുസരിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അയാളുടെ പേജിലേക്കും ഹോം പേജിലേക്കും എത്തുക. അപ്പോ അയാൾ ആ വീഡിയോ അതുപോലത്തെ വീഡിയോ കാണാത്ത ആൾക്ക് ആ ഒരു ഏത് കണ്ടന്റ് ആണോ മോശമെന്ന് നിങ്ങൾ പറയുന്നത് ആ കണ്ടന്റ് എത്തില്ല. അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് സെലക്ട് ചെയ്യാൻ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു പ്രേക്ഷകൻ ഉള്ളിടത്തോളം കാലം ഏത് കണ്ടന്റും ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് അവകാശമുണ്ട്. അഖിൽ രാജ്, പ്രധാനമായും എന്ത് ഉള്ളടക്കമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്? ഫുഡ് വ്ലോഗാണ് ചെയ്യാറ്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള മോശം കമന്റ്സ് വരാറുണ്ടോ? അങ്ങനെ ഒരു ആക്രമണം എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആക്രമണം എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു നമ്മുടെ സദ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പലതരത്തിലുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സദ്യയാണ് നല്ലതെന്നും അല്ലെങ്കിൽ ആറന്മുള സദ്യയാണെന്നും ഓണാട്ടുകരയുടെ സദ്യയാണെന്നും കുറെ പേർ വാദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, തൃശ്ശൂർ ആണ് നല്ലതെന്ന് പറയുന്നുണ്ട്. മലബാറിൽ നിന്ന് ആളുകൾ വന്നിട്ട് അതില് ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നു. ഈ കമന്റ് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എനിക്ക് നല്ലതാണ്. കാരണം ആ വീഡിയോ അത്രയും റീച്ച് കൂടുതലാവുന്നു. അപ്പൊ ആളുകളെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാൻ കഴിയുന്ന വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ നമ്മൾ ചെയ്തത്. +2 വിദ്യാർത്ഥിനിയാണ്. ഈ സൈബർ ആക്രമണം താങ്ങാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് എത്തിയത്. അവിടെയാണ് വിഷയം. ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടുന്ന പക്വത ഇല്ലാത്തതാണോ ഇത്തരം ആത്മഹത്യകളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല. ഇവരെല്ലാവരും മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവർ ചെയ്യുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ അവർ ചിലപ്പോൾ അവരുടെ കണ്ടന്റുകളിൽ അവർ വളരെ അമാനുഷികരായോ അല്ലെങ്കിൽ വളരെ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇവരെല്ലാവരും അവസാനത്തിൽ അല്ലെങ്കിൽ അവരും മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. അപ്പോ ഇമോഷൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ളൂ. മരണത്തിന്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് സൈബർ ബുള്ളിങ് നടന്നു എന്ന് ഞാൻ അറിയുന്നത് അവർ ചെയ്യുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴായിട്ട് സൈബർ ബുള്ളിങ് നടന്നിട്ടുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ച് അവർ ചെയ്യുന്ന കമന്റുകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഈ പറഞ്ഞ പോലെ 18 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് അതിനുള്ള പക്വതയില്ല എന്ന രീതിയിലാണ്. അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല അതാണോ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അപ്പോൾ മാത്രമേ പുറത്തു വരുള്ളൂ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത് എന്താണ് നമ്മൾ എല്ലാവരും ഇപ്പൊ 30 വയസ്സ് 40 വയസ്സായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പൊ പ്രായം ഇതിന്റെ മാനദണ്ഡമൊന്നുമല്ല. അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്നവരും മനുഷ്യനാണ്. അവർക്കും ഇമോഷൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതെ, വളരെ നന്ദി അഖിൽ രാജ് പ്രതികരിച്ചതിന്.